ഒന്നും പൂർത്തിയായിട്ടില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് പൈസ തരുന്നില്ല എന്ന് എത്ര പ്രാവശ്യമായി പറയുന്നു. വാഗ്ദാനം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുങ്ങണ്ടേ? അതല്ലാണ്ട് തന്നെ പറ്റുന്നതാണിത്. ഒരു സബ്സിഡിയും കൊടുക്കാതെ തന്നെ 213 ഉറുപ്പ്യ ഇപ്പോൾ ഉണ്ട് ലോക മാർക്കറ്റിൽ. ആ ലോക മാർക്കറ്റിലുള്ള വില ഇന്ത്യയിലെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റബ്ബർ ബോർഡും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെട്ടാൽ മതി. ആ രീതിയിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും 174, 173 ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അതിലൊരു സംശയമില്ല. ഇവിടെ UDF-ഉം അതുപോലെ തന്നെ LDF-ഉം തമ്മിലാണ് മത്സരം, ശരിയായ മത്സരം. അത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിശദീകരിച്ചതാണ്. അതായത് BJP-ക്കാരായിട്ട് കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയായി ആവാനാണ് പല സ്ഥലത്തും അങ്ങനെയാണ് ആകുക എന്ന് ജയരാജൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മേലെ പിടിച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. അത് ഇന്നേ ആളുമായിട്ടാണ് മത്സരം എന്ന് പറഞ്ഞാൽ, അതല്ലാതെ രീതിയിലാണ് മത്സരമെങ്കിൽ പിന്നെ അടവുപരമായ നിലപാട് ഉൾപ്പെടെ മാറ്റേണ്ടി വരും. അത് തീരുമാനിച്ചിട്ടില്ല. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും മുഴുവനുണ്ടാവും. ജില്ലകളിൽ കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രീകരിച്ച പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഈ ഇലക്ഷൻ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരിക. വേഗം തന്നെ നടത്താമെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ വലിയ രീതിയിലൊരു ജനകീയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഇതിനെതിരായിട്ട് യോജിക്കാനാവുന്ന മുഴുവൻ ശക്തികളെയും യോജിപ്പിച്ച് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഇങ്ങനെ ഇടക്കിടക്ക് അല്ല, അതും ഇതും തമ്മിൽ കൂട്ടിക്കൊള്ളേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമായിരുന്നു. മറ്റത് വ്യക്തിപരമായിട്ടുള്ള കൂട്ടുകെട്ടിനെ പറ്റിയുള്ള ആരോപണമാണ്. അത് ഞാനല്ല വിശദീകരിക്കേണ്ടത്. അത് സ്വാഭാവികമായിട്ടും ജയരാജൻ തന്നെ ആ കാര്യം വിശദീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ നിലപാടാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടി എന്ന രീതിയിലില്ലല്ലോ. അത് ഞങ്ങളത് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത UDF-ന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന കക്ഷികൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാത്ത നിലപാടാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ കൃത്യമായിട്ടുള്ളതിൻ്റെ അർത്ഥം. കുഞ്ഞാലിക്കുട്ടി പോലെ ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവിന് കോൺഗ്രസിനെ സംബന്ധിച്ച് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു എന്ന പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഇതിനെത്രയോ മുമ്പ് വളരെ വ്യക്തതയോടുകൂടി കേരളത്തിലും ഇന്ത്യയിലും പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് CPIM. ആ പറഞ്ഞ നിലപാട് ശരിയാണ് എന്ന് UDF-ന്റെ തന്നെ ഭാഗമായിട്ടുള്ളവർ ശരിവെക്കുന്നു. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. എന്താ സംശയമുള്ളത്? ഇപ്പൊ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞില്ലേ 6060 കോടി ആണല്ലോ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് 6566 കോടി എന്നായിരുന്നു. അതിപ്പോഴും ഇന്നത്തെ കണക്ക് കാണുന്നത് ഏതാണ്ട് 6000-ൽ വ്യത്യാസമൊന്നുമില്ല, 6060 കോടി എന്ന രീതിയിലാണ്. 60,060.5 കോടിയാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് MLA-മാരെ വാങ്ങാൻ ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് MP-മാരെ വാങ്ങാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് മന്ത്രിസഭ പൊളിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് BJP ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്. കള്ളപ്പണം ഉപയോഗിക്കുകയാണ്. എന്നിട്ട് വലിയ പ്രസംഗമാണ്, വലിയ വിശാലമായ പ്രസംഗം, ആദർശപരമായ പ്രസംഗം. എന്നിട്ട് ഏത് കള്ളന്മാരുടെ നിന്നുമില്ല കോടാനുകോടി ഉറുപ്പിക, 1 കോടി 2 കോടി 100 ആയിരക്കണക്കിന് കോടി ഉറുപ്പിക കൈപ്പറ്റിയിട്ട് അതും കൊണ്ട് നടക്കുകയാണ്, അതും കിശയിൽ വെച്ചിട്ട്. അല്ല, ഇടപാടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വ്യക്തിപരമായ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അത് സംബന്ധിച്ച് അവരാണ് പറയേണ്ടത്. അതുകൊണ്ട് അത് എന്താണെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. പാർട്ടി ചർച്ച ചെയ്യുന്ന എല്ലാവരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ മുഴുവൻ പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പോരെ? തീർന്നില്ലേ? ഇതിൻ്റെ അകത്ത്
അത് ഞാൻ നേരത്തെ പറഞ്ഞു. മത്സരം BJPയും LDFും ആണെന്ന് പറയുന്നതിന് അടിസ്ഥാനം കോൺഗ്രസിലെ വലിയൊരു വിഭാഗമാകെ കൂടുമാറി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ പറയുമ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ കാര്യം. രാഷ്ട്രീയമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ, ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചതുപോലെ, ഇവിടെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. BJP അല്ല കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി. BJP ഒരു പ്രധാനപ്പെട്ട പാർട്ടിയല്ല ഇവിടെ. വളരെ ചെറിയ ഒരു കൂട്ടുകെട്ടാണത്. പക്ഷേ 3 വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് UDFും LDFും തമ്മിലാണ് മത്സരം. അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് കേന്ദ്രമന്ത്രിമാരെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്ന് മത്സരിക്കുന്നതുകൊണ്ട് അവരെല്ലാം പ്രമുഖന്മാരല്ലേ, അവരെല്ലാം സാധാരണ ആളാണെന്നല്ല, അത്ര മാത്രമേ അതിനെ കാണേണ്ടിയുള്ളൂ. അല്ല, BJPക്ക് വിശ്വാസമില്ലെന്നാരാ പറഞ്ഞു? ഇവിടെ മത്സരിക്കുന്ന പ്രമുഖ നേതാക്കന്മാരെ പറ്റിയല്ലേ അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് അവർ പറയാതൊന്നുമില്ല. അത് ജയിച്ചാലല്ലേ, ജയിക്കൂല. അതുകൊണ്ട് അതിൽ ആശങ്കപ്പെടണ്ട. അതിലെനിക്ക് യാതൊരു സംശയമില്ല. കോൺഗ്രസിൻ്റെ രാജ്യസഭാ സീറ്റ് ഒരു തരത്തിലും നഷ്ടപ്പെടില്ല. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. രാജ്യസഭയാണോ ലോകസഭയാണോ ഏതാ വേണ്ടത് എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗത്വം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടില്ല. പോരെ, ഒരു തരത്തിലുള്ള സംശയവും വേണ്ട അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ ഒന്നും. പക്ഷേ അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതിനെയാണ് വിമർശിച്ചത്. അല്ലാണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിഞ്ഞുള്ള ആളല്ല ഞാൻ. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചിട്ടും ഇവിടെ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് മത്സരിക്കാൻ വേണുഗോപാലൻ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംഘടനാ നേതൃത്വം ഇവിടെ വരുന്നു, മത്സരിക്കുന്നു. ആരാ ഇവിടെ ഈ കോൺഗ്രസിനെ നയിക്കാനുള്ളത് ഈ ഇന്ത്യയിൽ? ഒരു ഗതികേട് എന്നല്ലാണ്ട് എന്തു പറയാനാ? ഒരാളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ എത്തിയില്ല. അദ്ദേഹം 17-ാം തീയതി എത്തുള്ളൂ. അപ്പോഴേക്ക് രാഷ്ട്രീയ ഇപ്പം നാളത്തോടു കൂടിയെല്ലാം പ്രഖ്യാപിക്കാനും പോവുകയാണ്. ആ പ്രഖ്യാപനവും കഴിഞ്ഞിട്ട് മാത്രമേ പ്രധാനപ്പെട്ട നേതാവ് ഡൽഹിയിലേക്ക് തിരിച്ചു ബോംബെയിൽ നിന്ന് അവിടെ എത്താൻ പോകുന്നു. വേണുഗോപാലൻ എന്നാണെങ്കിൽ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് ആലപ്പുഴയിൽ നിൽക്കുകയാണ്. രണ്ടാളും കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ്. ഇവിടെ BJPയെ തകർക്കുക, BJPയെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ഉന്നം വെച്ച് പ്രവർത്തിക്കേണ്ടുന്ന കോൺഗ്രസ് അതിനാവശ്യമായ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ സാധിക്കാത്ത തരത്തിലുള്ള സംഘടനാപരവും കൃത്യമായ രാഷ്ട്രീയ ദിശയോടുകൂടി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കാത്ത രാഷ്ട്രീയമായ പാപ്പരത്വവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി. അതുകൊണ്ടാണ് അവർക്ക് CAA പ്രശ്നത്തിനകത്ത് പോലും ഒരു നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. ആരോട് ആലോചിച്ചിട്ടാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയുക? ഗഡ്കരിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് രാത്രി രാവിലെ പറയാമെന്നോ? ആരോട് ചോദിച്ച് പറയാം? വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. അല്ല, നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ BJPയെ എതിർക്കാൻ നിൽക്കുന്ന ഏതൊരു ശക്തിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ നിലപാട്. BJPയെ എതിർക്കുന്ന, BJPയെ തകർക്കാൻ, BJPയെ പരാജയപ്പെടുത്താൻ നിൽക്കുന്ന ഏത് ശക്തിയുടെയും ഭാഗമായിട്ട് മുമ്പോട്ടേക്ക് പോകുക എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇന്ത്യയിലില്ല വേറെ. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അതിൻ്റെ ഒപ്പം സഹകരിച്ച് പോകാം എന്ന് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് വേറെ എന്താ വഴി? പക്ഷേ അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ടുന്ന പാർട്ടി കോൺഗ്രസിന് ആ ഒരു ദൗത്യം നിർവഹിക്കാനാവുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഞാൻ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞില്ല, അത് പച്ച മലയാളത്തിലല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ആരൊക്കെ സഹകരിക്കുന്നുവോ അവർക്കെല്ലാം സഹകരിക്കാം. ഞാൻ ഈ നിയമം പാസ്സാകുന്നു എന്ന് പറയുന്ന ദിവസം TVക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലാണ്ടായിരുന്നത്. അന്ന് ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ തന്നെ പ്രതികരിച്ചു. എല്ലാവരുമായി ചേർന്ന്, ഈ നിയമത്തിന് എതിരായിട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളുമായി ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു LDFുമായി ചേരുന്ന പ്രശ്നമില്ല. അതാണ് നിലപാട്. ഞങ്ങൾ ആരെയും ക്ഷണിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കൊക്കെ വരാം. ആദ്യത്തെ സന്ദർഭമല്ലല്ലോ ഇത്. നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയല്ലേ. നടപ്പിലാക്കൂല എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതന്നെ മതി. അതന്നെ ലീഗാലിറ്റി തന്നെ. നടപ്പിലാക്കൂല എന്നിട്ട് കോടതിയിൽ പോവാം പോരെ? അതിനെ ചോദിച്ചേ.
നിയമം കൊണ്ടുവന്ന നിയമങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ ബാധ്യസ്ഥതയുണ്ട് എന്നാണ് ഇപ്പം ഭരണഘടനാപരമായിട്ട് പറയുന്നത്. ഭരണഘടനാപരമായിട്ടാണോ ഇതിൻ്റെ കൊണ്ടുവന്നത്, നിയമം കൊണ്ടുവന്നത്? നിയമത്തിൽ ഇതേപോലൊരു ഭരണഘടന അംഗീകരിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു മതരാഷ്ട്രം എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ ഏത് ഭരണഘടനയാണ് അംഗീകരിക്കുന്നത്? അല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അക്കാദമിക്കായിട്ടൊരു മറുപടിയും പറയേണ്ട കാര്യമില്ല. ഇത്ര ഭയങ്കര അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ടത് ഇത്രയും കൊല്ലത്തോടെ നടപ്പിലാക്കാതിരുന്നേ, അതന്നെ അക്കാദമിക്ക് മറുപടി. അപ്പോൾ അടിയന്തര പ്രാധാന്യമില്ലാന്നല്ലേ? കേക്ക് ഞാൻ പറയുന്നത് കേക്ക്. അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ, ഇത്രയും കൊല്ലമായിട്ടും ചട്ടം തയ്യാറാക്കി നടപ്പിലാക്കാതിരിക്കാമെങ്കിൽ അടിയന്തര പ്രാധാന്യമില്ലെന്നാ അതിൻ്റെ പച്ച മലയാളം അല്ലേ? കേട്ടില്ല അദ്ദേഹം തന്നെ ഏത് പത്ര പ്രാധാന്യമുള്ള പ്രശ്നം, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത്. നിങ്ങൾക്ക് പ്രശ്നം രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. ഇത്രയും കൊല്ലമായിട്ട് ഈ നയം നടപ്പിലാക്കിയില്ല. അങ്ങനെ നടപ്പിലാക്കാതിരിക്കുന്നതിന് ഇത്രയും കൊല്ലം സാവകാശം ഉണ്ടല്ലോ. അപ്പോൾ ആ സാവകാശത്തിൻ്റെ കാര്യം വെച്ചുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കേസ് സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അത് ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങളില്ല എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച് മുകളിലേക്ക് പോയാൽ ഒന്നും സംഭവിക്കില്ല. ഉറപ്പായിട്ട് എനിക്കറിയാം സംഭവിക്കില്ല. അതുതന്നെയാ അക്കാദമിക്ക് മറുപടി. സംഘടനാ പ്രവർത്തനമല്ല, അത് ബോധപൂർവം ABVPയും അതുപോലെ തന്നെ യൂത്ത് KSU ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനവും നടത്താൻ പറ്റില്ല എന്നുള്ള PD സതീശൻ്റെ നിലപാട് അവിടെ നടപ്പിലാക്കിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നം. സ്റ്റേജിൽ കയറി ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന നിലപാട് സ്വീകരിക്കുക സാധാരണ. അപ്പോൾ ഒരു യുവജനോത്സവം പോലും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതാ പ്രശ്നം. അത് ഉൾപ്പെടെയുള്ള പ്രശ്നം പരിഹരിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ലല്ലോ. ഒരു കലോത്സവം ഫലപ്രദമായി നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചാലോ? അതാണ്. അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാം കൂടി ചേർന്നിട്ടാണ് പ്രശ്നം. ആ പ്രശ്നമെല്ലാം പരിഹരിക്കുന്നതിനും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അത് യൂണിവേഴ്സിറ്റി യൂണിയനും യൂണിവേഴ്സിറ്റിയും എല്ലാം കൂടി ചേർന്ന് ആ പ്രശ്നം പരിഹരിക്കട്ടെ. അവിടെ ആവർത്തിക്കുന്നത് തന്നെയാണ്. പ്രതിപക്ഷം പൊതുവെ എടുക്കുന്ന നിലപാട് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞാൻ കേരളത്തിൽ അനുവദിക്കില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. ഇന്നേ വരെ ഈ ലോകത്ത് എവിടെയും, ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളോട് പറയും, ലോകത്ത് എവിടെയും ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല. അത് രാഷ്ട്രീയമായ ഒരു ഉന്നം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇനി ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം ഇവിടെയല്ലാണ്ട് വേറെ ലോകത്ത് എവിടെയും കണ്ടോ? അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഒരു ക്രിയാത്മകമായ പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. കേരളീയം പദ്ധതി വന്നപ്പോൾ പറഞ്ഞു പറ്റില്ല. നവകേരള സദസ്സ് വന്നപ്പോൾ പറഞ്ഞു പറ്റില്ല. കേന്ദ്രത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കേസ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നിപ്പോൾ വളരെ വ്യക്തമായല്ലോ. സുപ്രീം കോടതി തന്നെ അത് അംഗീകരിച്ചു. ആ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കെല്ലാം ചേർന്നുകൊണ്ട് കേന്ദ്രത്തോട് പറയാം എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷമില്ല, കോൺഗ്രസ് ഇല്ല, കോൺഗ്രസിനെ തയ്യാറില്ല, ഞങ്ങളതിന് തയ്യാറില്ല എന്നുള്ള നിലപാടാണ്. ഇപ്പോൾ അവരുടെ തെറ്റായ നിലപാടായിരുന്നു അവരുടേതെന്ന് BJPയുടെ നിലപാടും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടും തെറ്റായിരുന്നു എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പണം നമുക്ക് സുപ്രീം കോടതിയുടെ തന്നെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് 13,000 കോടി രൂപ ലഭിക്കുന്ന നിലയും ഉണ്ടായി. ഇനിയും കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നിഷേധാത്മകമായ കേന്ദ്ര ഗവൺമെൻറ്റിന് നയത്തിനെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള സമരം തന്നെയായിരുന്നു. അത് രാജ്യത്തോട് പറഞ്ഞു. കേന്ദ്രത്തിന് മുമ്പിലേക്ക് സമരവുമായിട്ട് പോയി, കോടതിയിൽ പോയി. ഇതെല്ലാം ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥിതി കേരളത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. ഇനിയും നമുക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതാണ് കാര്യം.